ഇപ്പം നമ്മൾ ഇന്നിപ്പം നിൽക്കുന്നത് തമിഴ്നാട്ടിലെ അതായത് 2 ലേക്കുണ്ട് ഏറ്റവും വലുത്. അതിൽ രണ്ടാമത്തെ ലേക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ചെങ്കൽപ്പെട്ട് ജില്ലയിലെ മധുരാന്തകം ലേക്കിൽ. അതെ അതെ അതെ. ഇത് നിർമ്മിച്ചത് ആരാ അറിയോ? അതാരാ? ഇത് നിർമ്മിച്ചത് മഹേന്ദ്രവർമ്മയാണ്. മഹേന്ദ്രവർമ്മ രാജാവ് അല്ലേ? അതായത് തമിഴ്നാട്ടിലെ പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവർമ്മ രാജാവാണ് നിർമ്മിച്ചതെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ തടാകം. ആ തടാകം ഇതാ ഇങ്ങനെ ഒരു എന്താ പറയുക, മറ്റേ ഷട്ടറെല്ലാം ഇട്ട് സെറ്റാക്കിയിരിക്കുന്നതാണ്. അവിടെ നിന്നാണ് നമുക്ക് ഈ വെള്ളം പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടോ ഇങ്ങനെ ഈ രണ്ട് മലേൻ്റെ നടുക്കുന്നാണ് പ്രധാനമായിട്ടും ഇതിനകത്തേക്കുള്ള വെള്ളത്തിൻ്റെ സ്രോതസ് കേട്ടോ. മേളിൽ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്, പക്ഷേ അത് അവിടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ആഹാ, കിളികളുടെ കറക്റ്റ് കിളി കിട്ടി. ഓക്കെ, ആഹാ, ഇതിലേക്ക് വന്ന് ചേരും. അതെ അതെ, 2 സ്ഥലത്തു നിന്നും. ഇത് 3 മലകളാണ്. അതിൽ 2 മലേൻ്റെ നടുക്കുന്നാണ് വെള്ളം വരുന്നത്. ഒരു മലയിലും പിന്നെ അത് വഴിയാണ് മുകളിലേക്ക് കയറി പോകാനുള്ള കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആവാനുള്ള സ്ഥലമാണെന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വെള്ളം വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റോർ ആവും. അവിടെ നിന്ന് ഈ ഷട്ടർ വഴി പുറത്തേക്ക് പോകും. പക്ഷേ ഇവിടെ ഒരു ഷട്ടർ വെച്ചിരിക്കുന്നത് എന്തിനാന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഇവിടെ വെള്ളം കെട്ടി നിർത്തുക എന്നുള്ള ഉദ്ദേശമായിരിക്കും, പക്ഷേ എങ്കിലും അതെന്തായാലും ആയിക്കോട്ടെ അല്ലേ, എന്തായാലും കാണാൻ. അതെ 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 അതെ. മഴക്കാലത്ത് ഭയങ്കര കുറേ വെള്ളം ഉണ്ടാവും. തീർച്ചയായിട്ടും.
ഹലോ സർ, എവിടെയാടി? ഞാൻ തമിഴ്നാട്ടിലോ? തമിഴ്നാട്ടിൽ എന്താ പരിപാടി? ഇവിടെ തമിഴ്നാട്ടിലെ വലിയൊരു 2 പിന്നെ തടാകമുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ തടാകത്തിൽ നിൽക്കുക. അതെയോ? ആഹാ. പിന്നെ എന്നോട് കച്ചറ ഉണ്ടാക്കാൻ ഭയങ്കര ഇത് എനർജി ആണല്ലോ. ആ എനർജിയിൽ ഇതൊന്ന് പറഞ്ഞു നോക്കി. അല്ലെങ്കിൽ സൗണ്ട് വരും. ക്യാമറ കാണുമ്പോൾ പിന്നെ ഭയങ്കര ഡീസൻ്റാ. സൗണ്ട് വരും, ഓട്ടോമാറ്റിക്കലി ചെറുതായി പോകും. ഇത് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ഇത് കണ്ടാ സാധനം? ഇത് കഴിക്കാൻ പറ്റുമോ? അപ്പോൾ എന്താണെന്നറിയില്ല, ഇന്ന് വീഡിയോ എടുത്തപ്പോൾ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് തുടക്കത്തിൽ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് താഴെ പോയി നമ്മൾ പെർമിഷൻ ചോദിച്ചു ഡാമിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോന്നേ. അപ്പോൾ നമുക്ക് എത്രത്തോളം ഈ താഴേക്കുള്ള ഇറക്കം ഉണ്ടെന്ന് അറിയാൻ താഴേക്കൊന്ന് നോക്കിയാൽ മതി. ആ ഡാമിൻ്റെ ആ വെള്ളം ഇരിക്കുന്ന സ്ഥലവും നമ്മളെ മണ്ണിട്ട് പൊക്കിയ സ്ഥലം നോക്കി. അപ്പോൾ അത്രയും താഴ്ചയിലേക്കാണ് നമ്മൾ വണ്ടിയും കൊണ്ട് ഇറക്കത്തിലേക്ക് ഇറങ്ങി പോയി ഡാം കണ്ടിട്ട് തിരിച്ച് കയറി വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ വീഡിയോ, ഒരു ഡാം കാണാൻ പോയ വീഡിയോ ആണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും വീഡിയോയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മധുരാന്തകം ലേക്കിൻ്റെ ആ ഡാമിൻ്റെ തടാകത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഭാരത് പെട്രോൾ പമ്പിലാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡാമിൻ്റെ മുകളിൽ, ആ ലേക്കിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഫേമസ് അമ്പലത്തിൽ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നതാണ്. ഇപ്പോൾ രാത്രിയിലുള്ള കാഴ്ചയാണത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡാമും കാണാം. അതുപോലെ ഇതാ പെണ്ണിവിടെ ഇരിപ്പുണ്ട്. വന്നപാടുള്ള കാര്യമാണ്, ആദ്യം അവനെ 2 അക്ഷരം എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും. അതെ, നമ്മൾ നേരത്തെ ദിവസം എന്നും നേരത്തെ 6 മണിക്ക് 7 മണിക്ക് സൈഡാക്കാൻ വേണ്ടി പറ്റിയ ഇവനെ 1 മണിക്കൂർ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് ഇവൻ പഴയ ടെസ്റ്റൊക്കെയാണ്, അവർക്ക് വെക്കേഷൻ ആണെങ്കിലും എല്ലാ ദിവസവും 1 മണിക്കൂർ കുഞ്ഞിനെ പഠിപ്പിക്കും. അതാണ് നമ്മുടെ ഒരു ടെസ്റ്റും ഡയറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് കാണിക്കണം, പഠിപ്പിക്കുന്ന ഓൺലൈനിൽ പഠിപ്പിക്കുന്നത് കാണിക്കണമെന്നേ. അപ്പോൾ ചെയ്യുന്നുണ്ട് എന്തായാലും. ഇത് പിന്നെ ചുമ്മാ ഒന്ന് കാണിച്ചെന്നുള്ളൂ. നമുക്ക് വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഞ്ഞൊരു ലെങ്ത്ത് വേണ്ടേ, 8 മിനിറ്റെങ്കിലും വേണം വീഡിയോയ്ക്ക്. അപ്പോൾ വിദ്യാഭ്യാസം ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എഴുതാനാണെങ്കിലും പരിമിതിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഞങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. വയ്യേ കുഞ്ഞിന് തളർന്ന് കിടക്കാന്ന് പറഞ്ഞു യാത്രയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയുണ്ടല്ലോ, ഇനി ഇത് വെല്ലുമ്മി അവരൊക്കെ കാണുമ്പോ ഇനി അവര് പറയും എന്താ ഇനി അവൻ വേഗം പഠിച്ചോളുന്ന്. കാരണം എന്താ അറിയോ, പപ്പ ചീത്ത പറഞ്ഞും തല്ലിയും പഠിപ്പിക്കും. അതുകൊണ്ട് ഞാൻ വേഗം പഠിക്കും. ഞാൻ ചീത്ത പറയാറുണ്ട്, തല്ലാറൊന്നുമില്ല കേട്ടോ. വളരെ വളരെ അപൂർവമായിട്ട് അത്യാവശ്യം വേണമെന്നെങ്കിൽ മാത്രമേ ഒരെണ്ണം കൊടുക്കാറുള്ളേ. അതും ഇപ്പോൾ 4 വർഷമായി അടി കിട്ടിയിട്ട് ആലോചിക്കണം. അപ്പോൾ ശിക്ഷ കൊടുക്കാറ് ഫോണിൽ കൂടെ കേട്ടോ 4 വർഷമായിട്ട്. അപ്പോൾ അത് അവന് മതി, അവന് അത്രയും സ്നേഹമുണ്ട് എന്നോടും വൈഫിനോടൊക്കെ. അപ്പോൾ ഫോണിൽ കൂടെ ആണെങ്കിലും പറഞ്ഞാൽ അവന് ഓക്കെയാണ്. അതെ അല്ലേ, ഒറ്റ ദിവസം കൊണ്ട് ABCD മൊത്തം പഠിച്ചവനാ. അപ്പോൾ ഞാൻ യാത്രയൊക്കെ ആയിരുന്നെങ്കിലും ഫോണിൽ കൂടി ഇവരുമായിട്ട് എന്താ പറയുക, നമ്മൾ ആ ഒരു ആഴമായ ബന്ധം പുലർത്തുമായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം നമ്മൾ ഫോണിൽ കൂടെ കൊടുക്കുമായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് എന്താ പറയുക, പേടിയാ അല്ലേ കൊച്ചിന്? തെറ്റ് ചെയ്താൽ ചറപറ അടി കിട്ടുന്ന ഇവിടെ എടുത്തും, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കാത്ത ഒരാൾ ഞാനും. പക്ഷെ പേടിയാണ്. എന്നാൽ എന്നോട് തന്നെ സ്നേഹവും കൂടല്ലേ. എന്നോട് വെച്ചാൽ രണ്ടുപേരോടും ഒരേപോലെ സ്നേഹമുണ്ട് കേട്ടോ. മമ്മി ഇല്ലാണ്ട് ഇവന് ഒട്ടും ഇല്ലടാ, ഒട്ടും മമ്മി ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ ഇല്ലാണ്ട് ഓനിരിക്കും, പക്ഷെ മമ്മി ഇല്ലാണ്ട് തീരെ പറ്റത്തില്ല. എന്നാലും രണ്ടുപേരോടും നല്ല സ്നേഹമുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞേ. അതെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, നാളെ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇതിനെക്കാളും കുറച്ചും കൂടെ നന്നാക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകുന്നു. ടാറ്റാ.